മോട്ടോർ വാഹന വകുപ്പിന്റെ പരിപാടി ബഹിഷ്കരിച്ച് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ 52 വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കാതെ കനകക്കുന്നിൽ നടത്തിയ പരിപാടിയാണ് മന്ത്രി റദ്ദാക്കിയത്. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. മാധ്യമപ്രവർത്തകർ അടക്കം എല്ലാവരും ശ്രമിക്കണം, ബഹുമാനപ്പെട്ട MLA ശ്രമിക്കണം. ഈ പരിപാടി റദ്ദാക്കിയിരിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ആയിരുന്നു ഇന്നത്തെ ഉദ്ഘാടന പരിപാടിയായി നിശ്ചയിച്ചിരുന്നത്. മന്ത്രി വേദിയിലേക്ക് എത്തുന്നു, പക്ഷേ കാണികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതും മന്ത്രിയെ ചൊടിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ പരിപാടിക്ക് ആളില്ല. ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. മുഖ്യന്റെ പരിപാടിക്ക് എന്തിന് അയ്യപ്പ സംഗമോന്നും പറഞ്ഞ് കൊട്ടിഘോഷിച്ചതാണ്. അവിടെയും ആളില്ല പരിപാടി. പിണറായിയുടെ പരിപാടിക്ക് പോലും ആളില്ല. അപ്പോഴാണ് ഇങ്ങേരെ പരിപാടിക്ക്. ആളുകൾക്ക് ഈ തള്ളല് കേൾക്കാനേ താല്പര്യമില്ല. അതിന് കുറ്റം ഉദ്യോഗസ്ഥർക്ക്. ഉദ്യോഗസ്ഥൻ അതിന് യാതൊരു ഉത്തരവാദിത്വം കാണിച്ചില്ല. മാത്രമല്ല, ഈ ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത് എന്റെ പാർട്ടിക്കാരും എന്റെ പേഴ്സണൽ സ്റ്റാഫ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ബഹുമാനപ്പെട്ട ഗണേശൻ മന്ത്രി ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നില്ലേ, വേടനെ വിളിച്ചൊരു പരിപാടി നടത്താമായിരുന്നില്ലേ? അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഞാൻ അല്പം താമസിച്ചു പോയി. വന്നിരിക്കുന്നത് എന്റെ പാർട്ടിക്കാരും എന്റെ പേഴ്സണൽ സ്റ്റാഫും KSRTCയിലെ ജീവനക്കാരും മാത്രമാണ്. ഇപ്പോൾ കുറച്ച് അടിമകൾ മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ പരിപാടിക്ക് ഇങ്ങനെ കൊണ്ടു നടക്കും ഒരു പ്രത്യേക ടീമായിട്ട്. ഇനി അങ്ങോട്ട് തൻ്റെ തള്ളല് കാണാൻ പാർട്ടിക്കാർക്കും താല്പര്യമില്ല, അവരും കാണില്ല. ഇപ്പോൾ അവരെങ്കിലും ഉണ്ട്. അങ്ങനെ ആശ്വസിക്കുക. എന്തായാലും വകുപ്പ് മന്ത്രി പറയുന്നത് അനുസരിക്കാൻ പറ്റാത്ത ഒരുത്തനെയും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ. എല്ലാത്തിനും പിരിച്ചുവിട്ടേക്ക്. എന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള വീഴ്ചയിൽ നടപടിയെടുക്കും. ഇനി വരും കാലങ്ങളിൽ എന്തെല്ലാം കോമഡികൾ കാണാനിരിക്കുന്നു എന്ന് ഓർക്കുമ്പോഴാണ്. ഇന്ന് വലിയൊരു ആഘോഷം നടക്കുന്ന ദിവസമാണ് ഇന്ന്. എന്നാ പരിപാടിയായി കാണിക്കണം? എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. പിൻവാതിൽ വഴി കയറിപ്പറ്റിയ കുറേ പേരുണ്ട്. അവർക്ക് എന്ത് അനുസരണ, എന്ത് പ്രോട്ടോകോൾ, എന്ത് നിയമം. കുത്തും ആലോചിക്കണം. കുത്തും ആലോചിക്കണം. ഒരു സ്ത്രീയുടെ വയറ്റിൽ ഓപ്പറേഷനിടെ മെഡിക്കൽ ഉപകരണങ്ങൾ കുടുങ്ങിയിട്ട് പോലും ഇത്ര ആത്മാർത്ഥതയോടുകൂടി ഒരു ക്ഷമാപണം നടത്തിയിട്ടില്ല. എല്ലാവരും ക്ഷമിക്കണം. ഒരിക്കൽ കൂടി ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. എല്ലാവരും ക്ഷമിക്കണം. വിദേശ രാജ്യങ്ങളിലൊക്കെ പുതിയ റോഡുകൾ, പാലങ്ങൾ, അങ്ങനെ പലതും തുറക്കും. ഇത്ര കൊട്ടിഘോഷിക്കാറുമില്ല. അവിടെയൊന്നും ഇങ്ങനെ ആളുകളെ വിളിച്ചു കൂട്ടാറുമില്ല. വരും, പങ്കെടുക്കും, പോകും. ഇവിടെ ആളില്ല. മന്ത്രിക്ക് പരിഭവം. Organization is very bad. What the bloody hell you mean? I know what to do. You mind your own business. They organize very badly, and they are not invite anybody. കുറച്ചുകൂടി പണം മുടക്കി ആളെ കൂട്ടി മറ്റൊരു ദിവസം നടത്താന്ന്. ബഹുമാനപ്പെട്ട മന്ത്രി ഇതിനൊക്കെ ഉള്ള കാശ് എവിടുന്ന? ഖജനാവിൽ നിന്നല്ലേ? ചെലവാക്കിയത് നാട്ടുകാരുടെ പൈസയല്ലേ? താങ്കൾക്കും അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കും എന്ത് നഷ്ടം? ആ കാശ് ഈ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുമെങ്കിൽ ഓക്കെ, സമ്മതിക്കാം. ഇത് അതിനും ഞങ്ങൾ തരണം തുട്ട്. പണം എനിക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ട് മറ്റൊരു ദിവസം ഈ പരിപാടി മാറ്റിവെക്കുകയാണ്. എല്ലാവരും ക്ഷമിക്കണം. ഇന്നലെ പറഞ്ഞു 3-4 പേർ പോയാൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കൂല എന്ന്. ഇന്ന് ഗണേശിന്റെ പരിപാടിക്ക് 3-4 പേർ മാത്രം. ഇനിയുള്ള സദസ്സെല്ലാം ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും തൊഴിലുറപ്പുകാരെ എങ്കിലും ഒപ്പിക്കാൻ നോക്ക്. എന്തായാലും കാലം പോയൊരു പോക്കേ, കമ്മികൾക്ക് വരെ അന്തം വച്ച കാലം. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. രതീഷ്